ഞാനിപ്പോൾ കോഴിക്കോട് നമ്മുടെ അർജുൻ്റെ വീട്ടിൽ പോയി വരികയാണ്. അപ്പോൾ വേറൊന്നുമല്ല, അവരുടെ ഒരു ഭയങ്കരമായൊരു സിറ്റുവേഷൻ ഉണ്ട് ആ വീട്ടിൽ. അവിടെയുള്ള അർജുൻ്റെ ബ്രദറിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും വൈഫിൻ്റെയും അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നടക്കുന്ന പല ഇൻ്റർവ്യൂവും വീഡിയോ ഒക്കെ കാരണം അതിഭീകരമായ സൈബർ അറ്റാക്ക് ആ കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല. ഉറങ്ങാൻ പോലും പറ്റാതെ ഭയങ്കര കഷ്ടമാണ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു വിഷമം. അത്രത്തോളം സൈബർ അറ്റാക്കാണ് ആ ചേച്ചിക്കും അനിയനും കുടുംബത്തിനും എതിരെ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം നിങ്ങൾക്ക് പറയുന്നത്, ഞാൻ ആ വീട്ടിൽ ചെന്നു, അവർ എങ്ങനെയാണ് ലൈഫ് ബിൽഡ് ചെയ്തെടുത്തതെന്നുള്ളൊരു കാര്യം ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞൊരു വ്യക്തിയാണ്. ഓക്കെ, ഇവരുടെ അച്ഛൻ വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് വളരെ വളരെ താഴെത്തട്ടിൽ നിന്ന് ഒരു കുടുംബത്തിനെ ഒറ്റക്കെട്ടായി കൊണ്ടുവരികയും, ഒരു അപകടം സംഭവിച്ചപ്പോൾ അർജുൻ ആ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് +2 ഡ്രോപ്പ് ചെയ്ത് +2 കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നിട്ട് കുടുംബത്തിന് താങ്ങും തണലുമായി. അതിനുശേഷം സിസ്റ്റേഴ്സും ബ്രദറും ഒക്കെ പഠിച്ചു, അവരവരുടേതായിട്ടുള്ള ജോലികളും കാര്യങ്ങളുമായി ലൈഫിലെല്ലാവരും ആ ഫാമിലി മൊത്തം ഒറ്റക്കെട്ടായി നിന്നിട്ട് ആ വീട് ബിൽഡ് ചെയ്തെടുത്തു. അവരുണ്ടാക്കിയ ആ ഒരു ഫാമിലി ബോണ്ടിങ്ങിന് ഭയങ്കരമാണ്. അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നതും അർജുന അവർക്ക് നഷ്ടപ്പെടുന്നത്. ആ ഫാമിലി ചിലപ്പോൾ വിസിബിളായിട്ട് നമ്മുടെ ആരുടെയും മുന്നിൽ മീഡിയയിൽ വന്നിട്ട് അവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ പറയില്ല. കാരണം നഷ്ടം അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു ഫാമിലീനെ ഒരുപാട് തരത്തിൽ വെറുതെ അൺവാണ്ടഡ് ആയിട്ട് കോള് വിളിച്ച് അർജുൻ അനിയനെ ചീത്ത പറയുക, സിസ്റ്ററിനെ ചീത്ത പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന ഈ പറഞ്ഞ ഇൻ്റർവ്യൂ പ്രവർത്തികൾ കാരണം വരുന്നതാണ്. അപ്പം ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മാക്സിമം ആ ഫാമിലീനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അവർക്കും ജോലിയും കാര്യങ്ങളും ജീവിതം മുന്നോട്ട് പോകേണ്ട ആവശ്യങ്ങളൊക്കെ അവർക്കും ഉണ്ട്. ഓക്കെ, ലൈഫിൻ്റെ ഏറ്റവും എന്താ പറയുക, താഴെത്തട്ടിൽ നിന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ജീവിതമാണ് ഇവരിതൊക്കെ. ആ ഒരു ഫാമിലി മൊത്തം അത്രയും യൂണിറ്റിൽ നിൽക്കുന്നൊരു ഫാമിലി. അവർക്ക് ഇനി അവരുടെ ലൈഫ് മുന്നോട്ട് പോകണം, അവർക്ക് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യണം, അവർക്ക് അവരുടെ ജോലിക്ക് പോകണം, എല്ലാം ചെയ്യണം. അതിനൊരിക്കലും ആരുടെയും ഒരു തരത്തിലുള്ള റിപ്ലൈകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റെസ്പോണ്ടുകളോ അതിനൊരു തടസ്സമാവരുത്. അതെ, നമ്മൾ അർജുനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. സോ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. ഞാൻ അർജുൻ്റെ അനിയനായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ ഞാൻ വെക്കാം. പല രീതിയിലുള്ള മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ പലരിൽ നിന്നും പോകുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ആ ഫാമിലിയുടെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അവർക്ക് അങ്ങനെ ആരുടെയും എന്താ പറയുക അതിഭീകരമായ സെൻറ്റിമെൻറ്റ്സോ കാര്യങ്ങളോ അവർക്ക് അതല്ല വേണ്ടേ. അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈവസിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ തന്നെ കാരണം അവരതാണ്. സായി ബ്രോ പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യണം, നിങ്ങളിത് ചെയ്താൽ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇതിന്ന് ആർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ. സോ പ്ലീസ് ആ വീഡിയോ കാണുക, ആ ബ്രദർ പറയുന്നതൊന്ന് കേൾക്ക്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് നമ്മളെ അർജുൻ്റെ വീട്ടിലാണ്. സോ അർജുൻ്റെ ബ്രദറാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ വന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, നമ്മുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻ്റായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ എല്ലാവരും അറിയിക്കുന്നുണ്ട്. ഇവിടെ വരാൻ പറ്റുന്നവർ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് അർജുൻ്റെ വീട്ടിൽ. പക്ഷേ ഇവിടെ വേറൊരു സിറ്റുവേഷനും കൂടി ഉണ്ട്. അത് ആളുകൾ അറിയണം. കാരണം ഇവരനുഭവിക്കുന്ന ഒരു സൈബർ അറ്റാക്ക് എന്ന് തന്നെ പറയാം. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നും ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ബ്രദറിൻ്റെ കൂടെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു ഫസ്റ്റ്, അതായത് ഏട്ടനെ കണ്ട് കിട്ടാത്ത സമയത്തുണ്ടായിരുന്നു ആദ്യഘട്ടം. ആ സമയത്ത് ഒരു ആർമീൻ്റെ ഓഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയ സമയത്തായിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സമയത്തൊന്നും അത് വില വെച്ചില്ല. കാരണം നമുക്കൊക്കെ ഒരു ആവശ്യമുള്ളൂ, എങ്ങനെ ഏട്ടനെ എവിടെ രക്ഷപ്പെടാനുള്ള രീതിയിൽ എത്തിക്കാന്നുള്ളൊരു ഒറ്റ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ആ ഘട്ടത്തിൽ ഞങ്ങളതൊക്കെ മറന്ന്, ഞങ്ങൾ സൈബർ അറ്റാക്കൊക്കെ മറന്ന് ജീവിച്ച് മുന്നോട്ട് പോയി. അപ്പോഴും അതിന് ശേഷമുണ്ട് ഞങ്ങൾ പരാതി കൊടുത്തതിനെതിരെ വന്നിന്. അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പരാതി കൊടുക്കും. അത്രയ്ക്ക് ഞങ്ങളെ നാട്ടിലുള്ളവർക്കും ഞങ്ങളെ വീട്ടുകാർക്കും ഞങ്ങളെ സത്യാവസ്ഥ അറിയാം. പിന്നെ ഈ ഒരു 3-ാം ഘട്ടത്തിന് ശേഷം ഈ ഒരു ഏട്ടനെ കിട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഏട്ടൻ്റെ സാലറീനെ കുറിച്ചിട്ടൊരു വീഡിയോ വന്നിരുന്നു. ഈ ഏട്ടന് 75,000 ശമ്പളമോ, അനിയന്മാരെ പഠിത്തോ അനിയത്തിമാരെ പഠിത്തോ എങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് അത്. എന്നിട്ട് എനിക്ക് പറയുന്ന വീഡിയോ അത് ഒരു പക്ഷേ സാലറി എന്തെങ്കിലും ആവട്ടെ, ഈ മനൊക്കെ കൊടുക്കുക സാലറി. പക്ഷേ അതിന് ഞങ്ങൾക്ക് വരുന്നൊരു മാനസിക പ്രശ്നമുണ്ട്. അറിയാത്ത നമ്പർ നിൻ്റെ സ്പ്രെഡായിപ്പോയി എൻ്റെ നമ്പർ. എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ച് ചോദിക്കുക, ഈ ഏട്ടനെ ഊറ്റിയിട്ട് ഇത്രയും കാലം ജീവിച്ചില്ലേന്ന്. അതായത് ഏട്ടൻ്റെ ഒരു സമാധാന ജീവിതങ്ങൾ അനിയത്തിമാരോ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അത്. ഏട്ടനെ ഞങ്ങൾ അത്രയ്ക്കും എൻ്റെ നാട്ടിലുള്ള ആരോട് ചോദിച്ചാലും മനസ്സിലാവും ഞങ്ങൾ ജീവിച്ചു വന്ന സന്ദർഭം. അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്ക് ടൈലറിങ്ങിന്, അച്ഛന് കൂലിപ്പണിന്. ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഇത്ര ആക്കിയത് ഞങ്ങളെ 4 മക്കളെയും കഷ്ടപ്പെട്ടു പോറ്റി തന്നെ അച്ഛന് അതിൻ്റെ ഇടയ്ക്ക് ഒരു അപകടം പറ്റി. കിണറ്റിൽ, സ്വന്തം വീട്ടിലെ കിണറ്റ് നന്നാക്കി കയറുമ്പോഴേനും അച്ഛൻ കിണറ്റിൽ വീണു. അതിനുശേഷം ഏട്ടനാണ് +2 പഠിത്തം നിർത്തിയിട്ട് എൻ്റെ ഏച്ചിമാരിൻ്റെ പഠിത്തമൊക്കെ നിർത്തിയത്. ഈ ഒരു +2 കാലഘട്ടത്തിന് ശേഷം ഏട്ടൻ്റെ, അതായത് ഞാനൊക്കെ കൊച്ചു കുഞ്ഞ്, ഒരു 4-ാം ക്ലാസ്സിലാണ് ഞാനും ഏട്ടനും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ ഒരു ഏച്ചീനെ പഠിക്കാനുള്ള കാര്യങ്ങളും, അവൾ നന്നായി പഠിക്കുന്ന ഏച്ചിയാണ്. അതായത് അവൾ 8 വർഷത്തോളം ഒരു കോച്ചിങ്ങിന് തന്നെ പോയിട്ടും ബാങ്ക് ഓഫ് ബറോഡയിൽ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഓൾ എടുത്ത എഫേർട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. 8 വർഷം വേറെ ഒന്നിനും ചിന്തിക്കാതെ ഓൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു പൊസിഷനിലെത്തി. ഓൾക്കൊന്നും ഇപ്പോൾ ഒരു പുറം ലോകത്തെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഓളോടൊക്കെ ഇന്ന് രാവിലെ ഓൾക്കൊരു കോൾ വന്നിട്ടുണ്ട്. അത് ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിന്നാൽ ഒരു 10-100 നമ്പർ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കണം. അത്രയ്ക്ക് ഞങ്ങൾ നമ്പർ സ്പ്രെഡായി. വിളിച്ച് ചോദിക്കുന്നതാണ് അത് മനാഫിനെ വേണ്ടാന്നും ചോദിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നതാണ് എന്താ വെച്ചാൽ, നിങ്ങൾ അർജുൻ്റെ വീട്ടിൽ എല്ലാ മാസം അവസാനം ചെല്ലല്ലേന്ന് അർജുൻ്റെ പൈസ കിട്ടാൻ. എൻ്റെ ഏച്ചിക്ക് അതായത് ജീവിക്കാൻ എൻ്റെ ഏച്ചി ഏത് പൊസിഷനിലാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് അർജുൻ്റെ ശമ്പളം ഊറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ മാസം വരുമല്ലേ എൻ്റെ ഏച്ചിനോട് ചോദിക്കുക. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനാഫിൻ്റെ ഒരു വീഡിയോ ആണ്. മനാഫ് ഖാൻ്റെ ഒരു വീഡിയോ ആണ്. മനാഫ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഇനി ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണം. ഈ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വൽ ജോലിയുണ്ട്, ഇവർക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ഓക്കെ, കാര്യങ്ങൾ പറയാം, സിറ്റുവേഷൻസ് പറയാം, ഒരു സാലറി ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ അതിന് ആൾക്കാർ കാണുന്ന ഒരു വേറെ വ്യൂ ഉണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ കാണണം. കാരണം അത് ഇവരറിയുന്ന ഇവരുടെ നാട്ടുകാർക്കും ഫാമിലിക്കും റിലേഷനും ഫ്രണ്ട്സിനൊക്കെ ഏകദേശം അറിയാം ഇവരെങ്ങനെയാ. 75,000 റുപ്യാണ് അവൻ്റെ ശമ്പളം, ഏറ്റവും ചെറിയ ശമ്പളം, അതായത് കുറഞ്ഞത്. കാരണം അധ്വാനിച്ചുണ്ടാക്കുന്ന കമ്മീഷൻ ബേസും ഒക്കെ ആണ്. അപ്പോൾ അതിൽ ഓന് ആ 75,000 പോലും ഓന് തികയില്ല മാസാവസാനം. എല്ലാ പ്രാവശ്യം ഇത്രയും ശമ്പളം വാങ്ങുമ്പോഴും ഓൻ്റെ പ്രാരാബ്ദവും പ്രശ്നങ്ങളും, കാരണം ഫീസ് അടിക്കാനുണ്ടാവും, അനിയത്തിൻ്റെ ഫീസ് അടിക്കാനുണ്ടാവും, അനിയൻ്റെ ഫീസ് അടിക്കാനുണ്ടാവും, വീട്ടിലെ ചിലവ്, കറണ്ട്, അത് മക്കൾ, എൻ്റെ അടുക്ക് കുട്ടിക്ക് സുഖമില്ലാതാവും, ഓൻ്റെ മോൻക്ക് സുഖമില്ലാതാവും. ഇങ്ങനെ അവസാനം എല്ലാം തീരും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോവാണല്ലോ. ഓൻ്റെ വരുമാനം, അനിയത്തിൻ്റെ കല്യാണം, ഇതൊക്കെ കൂടി ഓന് ആലോചിക്കുന്നുണ്ടാവില്ല. ഞാൻ അങ്ങനെ നീണ്ട് ആലോചിച്ച് പോകുന്ന ആളാണ്. പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ച് പോവേണ്ടി വരുമല്ലോ. എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റാൻ, ആ പറ്റിയ സ്ഥലത്തുണ്ടാവും കാര്യങ്ങൾ തപ്പിപ്പിടിക്കണം. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മളെ കുടുംബം അനുഭവിച്ച സംഭവം, ഒരു പക്ഷേ എൻ്റെ ഏട്ടന് എത്ര സാലറി ഉണ്ട് ഞങ്ങളോട് പറയലുമില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ്. പക്ഷെ ഞങ്ങളെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവരെ കൂടെ എൻ്റെ ഏട്ടൻ വർക്കിന് കയറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ്. ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷം 2 മാസം. ഒരു വർഷം 2 മാസം. എൻ്റെ കോളേജ് പഠനം തീരുന്നത് 2021 AWH. എൻ്റെ പഠിത്തത്തിൻ്റെ സമയത്ത് തന്നെ ഏട്ടൻ്റെ നല്ല സഹായമുണ്ട്. ഏട്ടനും അതുവരെയുള്ളൊക്കെ ഏട്ടൻ്റെ സഹായം. പക്ഷെ ഞങ്ങളെ വീട് പണീൻ്റെ സമയം അത് എനിക്ക് വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അത്രയും കഷ്ടപ്പാട് ഇങ്ങനെ ഒരു വീടുണ്ടാക്കുമ്പോൾ എല്ലാ സഹായത്തിനും വീടുണ്ടാക്കും. അപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് പഠിത്തമൊന്നും ആരോട് ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ തന്നെ, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, എൻ്റെ കക്കോടി ഞാൻ പണിയെടുക്കാത്ത ഷോപ്പില്ല. എല്ലാ ഷോപ്പിലും ഞാൻ മാറി നിൽക്കുന്നുണ്ട്, ഞായറാഴ്ച ആയാലും. അങ്ങനെ എൻ്റെ കോളേജ് പഠിത്തവും ഫീസൊക്കെ കണ്ടെത്തൽ. പിന്നെ എൻ്റെ ഏച്ചി ഈ ഇക്രയിൽ ജോലിക്ക് കയറിയിട്ട് 3 വർഷമായി. അപ്പോൾ ഇവരിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവായിട്ട് അറിയാത്ത ആൾക്കാരെ ഞങ്ങളെ വിളിക്കുക, അറിയുന്ന ആൾക്കാർ പറയുമ്പോൾ അതിനും സങ്കടം. ഈ സ്വന്തം ഏച്ചി ഇത്ര കഷ്ടപ്പെട്ട് ഏച്ചിനെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ അർജുൻ്റെ ചിലവിൽ ജീവിക്കാൻ ഉളുപ്പില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുക. എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക? ഞങ്ങൾക്ക് നാളെ ഇതൊരു പ്രശ്നം കഴിഞ്ഞ് ഞങ്ങൾക്ക് അത്രയും വലിയ സങ്കടത്തിൽ നിൽക്കുക. ഞങ്ങളെ
ജീവന് തുല്യം സ്നേഹിക്കുന്ന ഏട്ടൻ പോയി നിൽക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളോടും ഇങ്ങനെ ഒരു ദിവസം 10-50 കോൾ വന്ന് നിങ്ങളൊന്ന് ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഇത് പുറത്തേക്ക് ഇങ്ങനെ വിടരുത് പറയുമ്പോൾ പിന്നെ ഈ വീഡിയോ ഇങ്ങനെ ഞങ്ങൾക്കിത് പറയാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം എനിക്ക് എൻ്റെ ഏച്ചിക്ക് ഇനിയിപ്പം ചോദിക്കാനും പറയാനുള്ളത് ഞാനാണ്. ഇതൊരു പക്ഷേ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഓൾ നാളെ മറ്റന്നാൾ ആത്മഹത്യൻ്റെ ഒരു സിറ്റുവേഷൻ അല്ല, ഓൾ ഡിപ്രഷൻ്റെ മരുന്ന് കുടിച്ചിട്ട് രാത്രി കിടക്കുന്നത്. അത്ര ഒരു പെണ്ണിന് അത്രയ്ക്കും ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. എനിക്കെന്നെ സഹിക്കാൻ പറ്റില്ല. എന്നോട് എൻ്റെ കമൻറ്റുകൾ വരുന്നത് ഞാൻ കാണലുണ്ട്. അനി എത്ര വലുതായിട്ടൊരു പണിക്ക് പോകുന്നില്ല, കുടുംബത്തിൽ ഏട്ടൻ്റെ ചിലവിൽ ഇങ്ങനെ കഴിയാൻ ഓനൊരു നാണല്ലേ. ഞാൻ എൻ്റെതും കാണലുണ്ട്. എനിക്കിങ്ങനെ ഓൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു തരുന്നത് നോക്കിയിട്ട് അത് കാണുമ്പോൾ എനിക്ക് അതിനെക്കാട്ടി മനോവിഷമുണ്ട്. ഞങ്ങൾ ഇത്രയും 4 മക്കളും കൂടി അച്ഛനെ അത്രയും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ ഏട്ടൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏട്ടൻ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കുടുംബം ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയല്ലോ. ഏട്ടൻ ഞങ്ങളെക്കാട്ടി ദുഃഖത്തിലുണ്ടാവും. അനാഫിൻ്റെ അവിടെ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷം, കഴിഞ്ഞ വർഷം മെയ്യിലാണ്. അതിന് മുന്നേ വർക്ക് ചെയ്തത് അതിന് വർഷം ഇവിടെ മെഡിക്കൽ കോളേജിലുള്ള CKF എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അവിടെയായിരുന്നു. അവിടെ വർക്ക് ചെയ്തത്. അവിടെയും ഫാസ്റ്റ് ലോറി അങ്ങനെയൊക്കെ. ഇപ്പോൾ കൂടിപ്പോയാലും 1.5 വർഷം, അതിൽ കൂടുതൽ അവിടെ വർക്ക് ചെയ്ത് 1.5 വർഷം. ഇത് എന്താ പറയുക, ചില കാര്യങ്ങൾ ഒരു സെന്റിമെന്റ്സിന്റെ മുകളിലോ ഒരു നേരത്തെ ആ ഒരു ഇതിന്റെ മുകളിലോ പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷെ അതിന്റെ മുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ പുറത്ത്. ഞാൻ ഇന്ന് ജോലിക്ക് കയറാൻ നിന്നാളാണ്, പക്ഷെ എനിക്കിത് ഇങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഞങ്ങൾക്കത് പക്ഷേ ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് ജനങ്ങൾ മുന്നിലേക്ക് നിൽക്കുക? ഇനി എൻ്റെ കുടുംബത്തിലുള്ളൊരു വരുമാനം ഞാനാണ്. അച്ഛന് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല, പോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. ഏച്ചിമാരാണെങ്കിൽ 2 ഓരോ കുടുംബമായിട്ട് മുന്നോട്ട് പോകണം. എൻ്റെ ഏടത്തിയമ്മൻ്റെ കാര്യമാണെങ്കിലും ഏടത്തിയമ്മനെ ഞാൻ പൊന്നു പറഞ്ഞു അതിൻ്റെ കാര്യത്തിലൊന്നും പഠിക്കണം. കാരണം എനിക്കൊരു നേരത്തെ വീട്ടിൽ കയറി ചെന്നാൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എനിക്ക് വെള്ളം തരുന്നതും ഭക്ഷണം തരുന്നതിൻ്റെ ഏടത്തിയമ്മ, എന്നെ അങ്ങനെ നോക്കുന്ന ഏടത്തിയമ്മ. അപ്പോൾ അതും ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, അവരെ പറ്റിക്കൂ, ഇനിയിപ്പം കിട്ടുന്നത് മൊത്തം അവരെ പറ്റിക്കൂ. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. എത്ര ആൾക്കാർ ഞങ്ങൾ സഹായിക്കാൻ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ ആരോടും പറയുന്നില്ല. ഞങ്ങൾ ജീവിക്കാനുള്ള ഞങ്ങളുണ്ട്, ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും പോറ്റാൻ ആരും കയ്യിന് മുന്നിൽ തണ്ടയില്ല. ഞങ്ങളിത് ഇവർ ഈ പറയുന്നത് എന്താ പറയുക, ഇവർ അത്രയും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ നിലയിൽ എത്തിയ ആളുകളാണ്. അർജുനാണെങ്കിലും അർജുൻ്റെ ഫാമിലിയിലുള്ള ബ്രദറാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരികയാണ്, ആ സിറ്റുവേഷനിൽ നാട്ടുകാർക്ക്, അതായത് ഈ ചുറ്റുവട്ടത്തുള്ളവരല്ല, സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കാണുന്നവർക്കൊരു റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഇവരുടെ മൊത്തം ജീവിതം ചുറ്റിപ്പറ്റി പോകുന്നതും അല്ലെങ്കിൽ ഇനി ഇവർക്ക് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇവരെന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഇവർക്ക് ജോലി നാളെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഫേസ് ചെയ്യാനൊരു മടി. അതെ, ഇപ്പോഴും അതാ പറഞ്ഞത്, നാളെ എങ്ങനെ ജോലിക്ക് പോകുന്നുള്ളൊരു അവസ്ഥ അവർ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ട സമയത്ത് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. ഞാനതാ പറയുള്ളൂ. ചില കാര്യങ്ങൾ ഇപ്പോൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ റെസ്പെക്റ്റ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഫാമിലീനെ റിലേറ്റ് ചെയ്തിട്ടും അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും അതിപ്പോൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. സ്വന്തം എഫേർട്ട് പറയാം, ആർക്കും ആണെങ്കിലും പുറത്ത് വന്നിട്ട് ജനങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ ആരെയും പറ്റി ജീവിക്കുകയോ എത്ര കോൾ എൻ്റെ നമ്പർ ആരെങ്കിലും സ്പ്രെഡ് ചെയ്യുന്നത് പോലും എനിക്ക് മനസ്സിലാവും. എൻ്റെതും എൻ്റെ വലിയച്ഛൻ്റെ നമ്പർ അത്രയ്ക്ക് സ്പ്രെഡായി പോയിട്ടുണ്ട്. ഈ സിമ്മ് മാറ്റേണ്ട ഒരു ആവശ്യത്തില്ല ഞങ്ങളിപ്പോൾ. കാരണം ഞങ്ങൾക്ക് ഇനി വേറെ ഇതിപ്പോൾ എത്ര വെച്ചിട്ട് ഞങ്ങൾ കോൾ എടുക്കുക, അറിയാത്ത ആൾക്കാർ വിളിക്കുക, അങ്ങനെ ചോദിക്കുക. ഇതൊരു പക്ഷെ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവർ ഒരു ടീമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൽ പോയി നിൽക്കണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്ന ഇവർ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും സോഷ്യൽ മീഡിയയിൽ ഒരു ഓഡിറ്റിംഗ് വരാൻ ആരെങ്കിലും കാരണമാകുന്നുണ്ടെങ്കിൽ ഹൂവർ ഇറ്റ് ഈസ്, അവർ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ ഇവർക്ക് വരുത്തിക്കാതിരിക്കും. ഈ ഒരു 72 ദിവസത്തിൽ ഈ 3 ഘട്ടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നിന്ന ആളാണ് ഞാനും എൻ്റെ അളിയനും. പക്ഷേ ഇതുവരെ എന്നെ ആരും മീഡിയയിലും കണ്ടിട്ടുണ്ടാലും ഒന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള എന്താ വെച്ചാൽ എൻ്റെ ഏട്ടനെ കിട്ടണം, എൻ്റെ അളിയനും. അതിനുവേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ മനാഫ്ക ആണെങ്കിലും എല്ലാവരും ഞങ്ങൾ അത്രയും കുടുംബത്തോട് സ്നേഹം ഞങ്ങളെ ഏട്ടന് കിട്ടാൻ വേണ്ടിയിട്ട് മനാഫ്ക, ഈശ്വർ മാൽപ്പെ, ആരാണ് രഞ്ജിത്ത് ഇസ്രായേലാണെങ്കിലും ആരാണെങ്കിലും അത്രയ്ക്കും സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയാണ്. ഞങ്ങൾ അർജുനെ പറ്റിച്ച്, അതായത് അർജുൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതായത് ഈ അർജുൻ എല്ലാവർക്കും ഓവറായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അർജുന് ഞങ്ങളെല്ലാവരും ഇത്രയും കാലം പറ്റിച്ച് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഏട്ടൻ കാണുന്നുണ്ടെങ്കിൽ ഏട്ടൻ അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളൊക്കെ ഇന്ന് അനിയനായിട്ടല്ല കണ്ടേ, അതിലും സ്വന്തം മോനെ പോലെ തന്നെ വളർത്തിയിട്ട്. നമുക്കെന്താ പറയുക, നമുക്ക് ഇവിടെ വന്നവരോട് സംസാരിക്കുമ്പോൾ ഈ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ഒരാൾ ഫേസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനാണിത്. ഇത് ദയവ് ചെയ്തിട്ട് എന്താ പറയുക, അർജുൻ എന്ന് പറഞ്ഞൊരാളെ നമ്മളെ ഓർമ്മകളിൽ നമ്മളെപ്പോഴും സ്നേഹിച്ച് വെക്കുക. ഇവരെ പാട്ടിന് ജീവിക്കാൻ വിടുക. കാരണം ഇവർക്ക് ജീവിതം ഇനി മുന്നോട്ടുണ്ട്. അതൊരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇവരിനി എന്ത് ചെയ്യുന്നു, ഇവരിനി എന്ത് ചെയ്യും, ഇവർക്ക് ജോലിയുണ്ട്.
ഇവർക്ക് ജോലി എടുക്കാൻ പറ്റും, ഇവർക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, ഇവർക്ക് കൃത്യമായിട്ട് ഇവരുടെ ജോലിയായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യവും ഇവർക്ക് ചെയ്യാനറിയാം. ഇവർക്ക് ഇവരുടെ നഷ്ടം വലുതാണ്, ജീവിതം ഇവർക്ക് മുന്നോട്ട് പോകണം. അല്ലാതെ ഇത് ഈ ഒരു സെൻറ്റിമെൻസിൻ്റെ മുകളിൽ മാത്രം നിന്ന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നവർ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്യാതിരിക്കുക. അത്രേ പറയാനുള്ളൂ. പിന്നെ പല കാര്യങ്ങളിലും ഞങ്ങൾ കുറേ മൈൻഡ് വെക്കാതെ നിന്ന്, പക്ഷെ ഇത് ഓവറാകുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഓരോ ന്യൂസുകളൊക്കെ കാണലുണ്ട്, സൈബർ അറ്റാക്ക് കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുന്ന അപ്പോഴാണ്. എല്ലാവരും ഏട്ടനെ സ്നേഹിച്ചിട്ട് ഏട്ടനോട് ഓവർ സ്നേഹം വരുമ്പോൾ, കുടുംബം ഏട്ടനെ ഇത്ര പ്രാരാബ്ധത്തിലാക്കി എന്നുള്ള രീതിയിൽ വരുമ്പോൾ എല്ലാവരും ഞങ്ങൾക്കെതിരെ തിരികെ. ബൈക്കിൻ്റെ കാര്യമൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. ബൈക്കിൻ്റെ കാര്യമൊക്കെ വന്ന സമയത്ത് ബൈക്ക് നിങ്ങളാണോ അവിടെയാണോ ഇരിക്കുന്നത്? ഇന്ന് ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ കണ്ടേ ബൈക്കിൻ്റെത്. അതായത് ഏട്ടനോട് നമുക്ക് സ്നേഹമില്ലാത്ത രീതിയിൽ ബൈക്ക് അവിടെ കൊണ്ടുവച്ചെന്നുള്ള രീതിയിൽ. അതായത് ഏട്ടൻ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ നിന്നോട് വിളിച്ച് പറഞ്ഞതാണ്, ഏട്ടൻ ബൈക്കിൻ്റെ പൈസയൊക്കെ എല്ലാം അടച്ചു കഴിഞ്ഞതാണ്, നന്നാക്കാൻ കൊടുത്തായിരുന്നു. മൊത്തം വണ്ടി കംപ്ലൈൻ്റ് ആയതിൻ്റെ കാരണത്താലൊക്കെ തന്നെയാണ്. അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞ് ഞാൻ പൈസയൊക്കെ കൊടുത്തു. അതായത് ഈ ജൂലൈ 15 കൊടുത്തു. ജൂലൈ 15 ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ എന്നെ വിളിക്കുന്നത്. അതായത് അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞ് വണ്ടീൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു ചില്ലറ എമൗണ്ടും കൂടി 2000 എന്തോ ഉള്ളൂ, അത് കൊടുത്തിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവെക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ, ഒരു സമയത്തിനനുസരിച്ച് എൻ്റെ പണീൻ്റെ ഗ്യാപ്പിനനുസരിച്ച് ഞാൻ കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞു. 16-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് അതിന് ശേഷം ഈ ഒരു തിരക്കിനിടയിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ ആ വർക്ക്ഷോപ്പിൽ ആളിനെ വിളിച്ച്, വണ്ടി ഇവിടെ ചെറിയൊരു ഷോപ്പാണ്, വണ്ടി ഇവിടെ നനഞ്ഞ് കുളിച്ച് കിടക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞ് മനാഫ് ഖാൻ്റെ വീട്ടിൽ വണ്ടി വെച്ചോളാൻ. പക്ഷേ ഇപ്പോൾ അത് വീഡിയോയിൽ എന്താ വരുന്നത് വെച്ചാൽ അർജുനോടുള്ള സ്നേഹം കാരണം, അതായത് ഞങ്ങൾ സ്നേഹമല്ല, അതൊക്കെ ഇങ്ങനെ പറയുക, ഞങ്ങൾ സ്നേഹമല്ല, അർജുനോടുള്ള സ്നേഹം കാരണം മൊത്തം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്താക്കി മനസ്സിലാവുന്നില്ല. എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തുക, അർജുന ഞങ്ങളെ സ്നേഹിച്ചില്ല, ഊറ്റാൻ മാത്രം ജീവിച്ചിരുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും പുറത്തേ വരില്ല. കാരണം എല്ലാവരും ആ ഒരു മാനസിക നിലയിലാണ്. ഇപ്പോഴും ലേശെങ്കിലും ഒരു മാനസിക നില തെറ്റാൻ നിൽക്കുന്ന ഞാനായിട്ട്. എല്ലാവരും തെറ്റി നിൽക്കുക, മരുന്ന് കുടിക്കുക എല്ലാ ദിവസവും രാത്രി, ചേച്ചിമാരൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു കഷ്ടമാണ്. ദയവ് ചെയ്തിട്ട് കാണുന്നവരോടാണ് പറയാനുള്ളത്. നമുക്കിത് ഭയങ്കര എന്താ പറയുക, ഒരു ദിവസത്തെ വീഡിയോ മാത്രമായിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ ഇവർക്കാണല്ലോ, ഇവർക്ക് ജീവിതമാണ്. പിന്നെ ഈ പറയുന്നവർ ഈ സിറ്റുവേഷനിൽ ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, ഇനി ആരൊക്കെ സംസാരിക്കുന്നു, ആരാണെങ്കിലും മുന്നോട്ട് സംസാരിക്കുമ്പോൾ ഈ ഫാമിലിയെ മാറ്റി നിർത്തി ഫാമിലി പരമായിട്ടൊന്നും ഏട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എനിക്കത് സന്തോഷമുള്ളൂ. കാരണം എൻ്റെ ഏട്ടന് ഒരു പക്ഷേ ആർക്കും കിട്ടാത്ത ഒരു സ്നേഹം ഏട്ടന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷമം, എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഏട്ടനെ സ്നേഹിക്കുന്നു. അത് ഞങ്ങൾക്ക് ഒരിക്കലും, അത് ഏട്ടനും കാണുന്നുണ്ടെങ്കിൽ ഏട്ടനും സഹിക്കാൻ പറ്റില്ല. എൻ്റെ ഏട്ടത്തിയമ്മ ഡെയിലി കറിയുക ഏട്ടൻ്റെ ഭാര്യ ഈ ഒരു സംഭവത്തിൽ. അതായത് കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇവരുടെ ലൈഫിന് മുന്നോട്ട് നമ്മളൊക്കെ അർജുനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇവരെ ജീവിക്കാൻ വിടുക. ഇവർ ജീവിച്ചോട്ടെ, ഇവരെ കാര്യങ്ങൾ നോക്കി. ഇവരാരും നമ്മളുടെ ഇടയ്ക്ക് വന്നിട്ട് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊന്നും പറയുന്നില്ല, ചെയ്തതിൻ്റെ കണക്ക് പറയുന്നില്ല, ഒന്നും ഇവരാരും പറയുന്നില്ല. ദയവ് ചെയ്തിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഇവരാലോചിക്കുക, ആലോചിച്ചിട്ട് ഒന്നും പറയാതിരിക്കുക. നമ്മൾ ചെയ്ത പ്രവർത്തികൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ പറഞ്ഞിട്ട് പോവാന്നല്ലാതെ മറ്റ് കാര്യങ്ങൾ, ഈ കുടുംബത്തിനായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ മാക്സിമം സംസാരിക്കാതിരിക്കുക. അതിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാകുന്ന വിഷമങ്ങൾ ഇവർക്ക് വലുതാണ്. ആ വിഷമങ്ങൾ മാറ്റി കൊടുക്കാൻ ഇനി ആരെക്കൊണ്ടെങ്കിലും സാധിക്കും? ഇല്ല. അപ്പം അത് ചെയ്യാതിരിക്കുക ദയവ് ചെയ്തിട്ട്. ഇവരുടെ ഈ സിറ്റുവേഷൻ റെസ്പെക്റ്റ് ചെയ്യുക. ഇവർക്ക് ജോലിയും കാര്യങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമൊക്കെ ഇവരെ മുന്നിലും കിടക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഈ സിറ്റുവേഷനിൽ നിന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇവരെ മാറ്റി ഇവരുടെ ഈ ഒരു പ്രൈവസി റെസ്പെക്റ്റ് ചെയ്യുക. അതാണ് ഈ പ്രൈവസി ഇവരിത് റെസ്പെക്റ്റ് ചെയ്തില്ല. വീണ്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 50 കോൾ 100 കോൾ ആര് നമ്പർ കൊടുക്കുന്ന പോലും മനസ്സിലാവില്ല. ഓരോരുത്തർ വിളിച്ചിങ്ങനെ കുറ്റപ്പെടുത്തുക. ചിലവർ അതിൻ്റെ ഇടയിൽ നല്ലത് വിളിക്കുന്നുണ്ട്, പക്ഷെ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് പിന്നെ ഇങ്ങനെ ഓരോരുടെ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു തരിക, എനിക്കെതിരെ വരുന്നത്, ചേച്ചിമാർക്കെതിരെ വരുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോണ്ടല്ലോ മാനസിക നില തെറ്റുന്നൊരവസ്ഥ. ഇങ്ങനെ ഓരോ വീഡിയോ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വീഡിയോ വരിക, എനിക്കെതിരെയോ ചേച്ചിമാർക്കെതിരെയോ. ഇതൊക്കെ എങ്ങനെ ഒരാൾ സഹിച്ച് നിൽക്കുക? ഒരു ലിമിറ്റില്ല, അതൊക്കെ കടന്ന് ഞങ്ങൾ എത്രയോ സഹിച്ച്. ഒരിക്കലും മീഡിയൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് അത്രയ്ക്കും ആൾക്കാരുടെ മുന്നിൽ ഫേസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എനിക്കൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ആരും കണ്ടിട്ടില്ല. അത്രയും ദിവസം ഞാൻ അവിടെ ഉണ്ട്, പക്ഷെ എന്നെ ആരും കണ്ടിട്ടില്ല. എന്നോട് ഏതൊരു മീഡിയ സംസാരിക്കാൻ പറയുമ്പോൾ അവിടെ നിന്ന് ഏതൊരു മീഡിയ താളോടുമ്പോൾ ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ ആരും മുന്നിലും പോയിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ അപ്പം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ എപ്പോഴും മനാഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലൂടെയാണ് അർജുൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. മനാഫിനെ മാത്രമായിരിക്കും മലയാളികൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ എന്താണെങ്കിലും എന്നെപ്പോലെ നിങ്ങളെപ്പോലെ നമ്മളെല്ലാവരും കാണുന്നത് ഒരു ഒറ്റ ഫ്രെയിമിൽ ഒരാളെ മാത്രമാണ്. പക്ഷേ ഇത്
ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒറ്റക്കെട്ടായി ഒരു കുടുംബം പോലെ നിന്നിട്ടാണ് ഈ രീതിയിൽ കാര്യങ്ങൾ അവസാനിച്ചത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ ചേച്ചിക്ക് പ്രൈവറ്റായിട്ട് വന്നൊരു കോളാണ്. ചോദിച്ചത് എന്താ വെച്ചാൽ, നീ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ ഒന്ന് പറഞ്ഞത്. എനിക്ക് ഞാൻ എല്ലാ ദിവസവും പണി കഴിഞ്ഞ് വരുമ്പോൾ ചേച്ചി ഇവിടുത്തെ ചേച്ചി പിന്നെ അങ്ങനെ മുക്കത്തേക്ക്, ചേച്ചീൻ്റെ വീട് മുക്കാണ്, അവിടേക്ക് പോയിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഓരോ ദിവസം നോക്കുമ്പോൾ ചേച്ചി വിളിക്കുന്നത് കെ സി വേണുഗോപാൽ സാറ്, എം കെ രാഘവ്, എല്ലാ ദിവസം കരഞ്ഞോണ്ടാണ് വിളിക്കുന്നത്. അതായത് അപേക്ഷിക്കുക, ആ ഒരു രീതിക്കാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സാങ്കേതിക മിഷന് വേണ്ടിയിട്ടൊക്കെ ഒരു അനുമതി കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് എൻ്റെ ചേച്ചീന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുക എല്ലാവരും, എന്ത് ചെയ്തിട്ട് അർജുന് വേണ്ടി നീ എന്ത് ചെയ്തെന്നാണ് ചോദിക്കുന്നത് എല്ലാവരോടും. അതൊക്കെ കേൾക്കുമ്പോൾ ഓൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാനല്ലാതെ ഓൾക്കിനി ഒരിക്കലും ഓൾ മീഡിയന് മുന്നിൽ വരില്ല പറഞ്ഞു. ഇതെന്താ പറയുക, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ചിലപ്പോൾ നമ്മൾ കാണുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളൊക്കെ ഹീറോ ആക്കും. നമ്മളത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു കാര്യം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരാളിലൂടെയോ രണ്ടാളിലൂടെയോ നടക്കില്ല. ഈ ഫാമിലി ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത് ഇന്നിവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇതെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഒക്കെ നിർത്തി എന്ന് പറഞ്ഞൊരു ദൗത്യം ഇന്ന് ഈ സിറ്റുവേഷനിൽ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒറ്റക്കെട്ടായിട്ടുള്ളവർ നിന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിലെല്ലാവരും ഹീറോസാണ്, എല്ലാവരും ഇവിടെ ഹീറോസാണ്. ഞങ്ങൾ അങ്ങനെ ഹീറോ ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ പറയണം, കാരണം എന്താ പറയുക, നമുക്ക് പറയണം എന്ന് പറയാൻ കാരണം അത് ഞങ്ങൾ അങ്ങനെ ഹീറോ ആവണമെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അന്ന് മീഡിയന് മുന്നിൽ വന്ന് എന്ത് ചെയ്യുക. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഏട്ടനെ, എൻ്റെ വളർത്തിൻ്റെ ഏട്ടനെ എനിക്ക് ഇവിടെ എത്തിക്കണം. ഏത് രൂപത്തിലാണെങ്കിലും ഞങ്ങൾക്ക് പിന്നെ ആ ഒരു ഭാഗം ഏട്ടൻ്റെ ഓർമ്മകളായിട്ട് വരും. ഏട്ടനെ കൊണ്ടുവരാനുള്ള ഏട്ടൻ്റെ മൊത്തം ഓർമ്മകളും ഞങ്ങൾ കിട്ടി, വസ്ത്രങ്ങളൊക്കെ കിട്ടി. നമുക്ക് ആ ഒരു ആവശ്യമുള്ളൂ ഇനി. പക്ഷേ ഇങ്ങനെ കുടുംബത്തിനെതിരെ വരുമ്പോഴാണ് ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റാത്തത്. ദയവ് ചെയ്തിട്ട് കാണുന്നവരോട് റിക്വസ്റ്റാണ്, ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായിട്ട് ഇവർക്ക് മാർഗ്ഗങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർക്ക് അറിയാം. ഇവരെ ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഓഡിറ്റിങ് ചെയ്യാതിരിക്കുക. ഇവരെ മുന്നോട്ടുള്ള ജീവിതത്തേക്ക് ആരും ഒരു കമൻ്റ് ആണെങ്കിൽ പോലും, കമൻ്റല്ല, ഡെയിലി വീഡിയോസ് വരും യൂട്യൂബിൽ ചേച്ചിക്കെതിരെ. അതിൽ ഇന്നെ പറ്റി പരാമർശിക്കുന്നതുണ്ട്, അനിയനൊക്കെ എത്ര വയസ്സായിട്ടൊന്നും ചെയ്യുന്നില്ല. ഈ നാട്ടിലുള്ള ആരോട് ചോദിച്ചാലും മനസ്സിലാവും. എൻ്റെ അത്രയ്ക്ക് ഞാൻ പണിക്ക്, അങ്ങനെയല്ല, ഈ ഒരു വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ മുന്നോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, സംശയങ്ങൾ പലരും ചോദിക്കും, പറയാൻ പറ്റില്ല, പലരും സംശയങ്ങൾ ചോദിക്കും, അവരുടെ അഭിപ്രായങ്ങൾ പറയാം, എല്ലാം ചെയ്യാം. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ നമ്മളൊരു വിലങ്ങുതടിയാവരുത്. അർജുനോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഇവരുടെ മേലിങ്ങനെ ഇതേപോലെ ഓഡിറ്റിങ് നടത്തിയിട്ടല്ല. അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കുക. ആൻഡ് ഈ ഫാമിലി ഇവരുടെ പ്രൈവസിക്ക് വിടുക. ഈ കോള് വിളിക്കുന്നവരൊക്കെ ഈ പറഞ്ഞ പോലെ എന്തറിഞ്ഞിട്ടാന്നുള്ള വിളി, ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ കോളുകളാണ്. കോളുകൾ വിളിക്കുക, ഇങ്ങനെ വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത് തരാം. അത് നമ്മൾ കൂടുതലുള്ള ആൾക്കാരും ഷെയർ ചെയ്ത് തരുമ്പോൾ അങ്ങനെയാണ്. അത് എന്തെങ്കിലും സഹിക്കാൻ പറ്റില്ല. നല്ലതിനേക്കാൾ കൂടുതൽ ഏറ്റവും മോശം നമുക്ക് ഷെയർ ചെയ്തിരുന്ന ഒരു പ്രവണത ഉണ്ടാവും, ചെയ്യും. അപ്പം അതിനൊന്നും ഇവരെ ഇട്ട് കൊടുക്കാതിരിക്കുക മാക്സിമം. ഇവരുടെ ഈ സിറ്റുവേഷൻ ഇവർ സർവൈവ് ചെയ്യും, ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകണം. ഈ ഒരു കാരണം പറഞ്ഞ് അർജുനെ സ്നേഹിക്കുന്നവരാരും എന്ത് ചെയ്യരുത്, ഒരു സൈഡോ അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം കേട്ടിട്ട് ഇവരെ വിലയിരുത്തരുത്. ഓക്കെ, ഈ ബ്രദറാണെങ്കിലും ഇവിടുത്തെ സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും ജോലിയും കാര്യങ്ങളും ഉള്ള ആളുകളാണ്. ഇവർക്ക് ഇനി അർജുൻ്റെ ഒരു ഓർമ്മയിൽ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ്, അതാണ് ഇവരുടെ മുന്നോട്ടുള്ളത് വേണ്ടത്. ഇവരാരും നിങ്ങളോടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടോ വന്നിട്ട് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഇവർ തരില്ല. ഇവരാരും അങ്ങനെ വരുന്ന ആളുകളും അല്ല, ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് റിക്വസ്റ്റ് ഇപ്പോൾ വന്ന് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരോടാണെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അത്രയ്ക്ക് വലിയ വലിയ ആൾക്കാരും ഞങ്ങളെ ഫാമിലിക്ക് വന്ന് ഞങ്ങളെല്ലാവരോടും പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾക്കുണ്ട്. എന്തെങ്കിലും എൻ്റെ ഒരു ഇതുവരെ ഇവരെല്ലാവരും പോറ്റാൻ എനിക്കാവും, എനിക്ക് ഉറപ്പുണ്ടിക്ക്. എൻ്റെ ഏട്ടത്തിയമ്മേനാണെങ്കിലും ഏട്ടൻ്റെ മോനാണെങ്കിലും, എൻ്റെ ഏട്ടൻ്റെ മോനെ എൻ്റെ ഏട്ടനായിട്ടാണ് വളർത്തുന്നത്. ഇപ്പോൾ ഏട്ടനെ എങ്ങനെ വളർത്തിയോ അതേപോലെ തന്നെ ഞാൻ അവനെ വളർത്തും. അപ്പോൾ എനിക്ക് അതിന് വേറൊരാളെ എല്ലാവരും സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത് അറിയാം, പക്ഷേ അതിന് ഞങ്ങളെ തളർത്തി കെട്ടേണ്ട ആവശ്യമില്ല. ഈ സിറ്റുവേഷൻ മനസ്സിലാക്കുക, സിറ്റുവേഷൻ റെസ്പെക്റ്റ് ചെയ്യുക. ദയവ് ചെയ്തിട്ട് ആരുടെയെങ്കിലും കയ്യിൽ ബ്രദറിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലത്തെ ആളുകളുടെ നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക. ആൻഡ് ഇനി ഈ വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ അറിഞ്ഞു വരുന്ന കുറേ ആളുകളും ഇല്ലെങ്കിൽ ഇനി ഇത് അറിഞ്ഞ് പുറത്ത് പറയുന്ന ആളുകളും ഉണ്ടാവും. അവരും ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഇവരനുഭവിച്ച കാര്യം, ഇവർ വളർന്നു വന്ന സിറ്റുവേഷൻസും ഇവരിപ്പോൾ അനുഭവിക്കുന്ന സിറ്റുവേഷനൊക്കെ ഇവർക്കേ അറിയൂ. അതിൻ്റെ മുകളിൽ നമ്മളാരും എന്ത് ചെയ്യണ്ട, നമ്മൾ പോയിട്ട് ഇതിനി പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങനെയാണെന്നുള്ളൊരു റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ എവിടെയും കൊടുക്കാതിരിക്കുക. എല്ലാവർക്കും കൂടെ നിന്നതിനും എല്ലാവരും ഏട്ടനെ സ്നേഹിച്ചതിനൊക്കെ നന്ദിയുണ്ട്. പക്ഷേ ഇനിയെങ്കിലും ഞങ്ങളായിട്ട് ജീവിക്കണം. എല്ലാവരോടും റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്. എൻ്റെ ചേച്ചിക്കൊക്കെ ഒരു മാനസിക നില തെറ്റി നിൽക്കുകയാണ്. മരുന്നിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ജീവിക്കണം. എല്ലാവരുമായിട്ട് പറയാം. ഒരു റിക്വസ്റ്റാണ്,
നിങ്ങളുടെ സ്വന്തം അനിയൻ്റെ റിക്വസ്റ്റ് പോലെ തന്നെ നിങ്ങളിത് കാണും.